Vappichis Kitchen എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഒരു നല്ലൊരു തമിഴ്നാട് സ്റ്റൈൽ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായിട്ട് ഞാനൊരു 1 kg ചിക്കൻ നല്ലപോലെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 3 സവാള, വലിയ സവാള ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു വലിയ തക്കാളി, ഒരു 4 പച്ചമുളക്, പിന്നെ ഒരു കൈപ്പിടി മല്ലിയിലയും പുതിനയിലയും ഇതേപോലെ ചെറുതായി അരിഞ്ഞെടുത്തതാണ്. പാൻ ചൂടായി വരുമ്പോൾ നമ്മൾ അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം. ടീസ്പൂൺ നെയ്യ് ഒഴിക്കാം. ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് പൊടികൾ ആദ്യം ചേർത്ത് കൊടുക്കാം. പൊടികൾ ആദ്യം എണ്ണയിലൊന്ന് വഴറ്റിയെടുക്കുന്ന സമയത്ത് നല്ലൊരു കളറ് കിട്ടും നമ്മുടെ ബിരിയാണിക്ക്. ഞാനിപ്പോൾ ഇവിടെ ഒരു 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു 3 സ്പൂൺ മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഫ്ലെയിം നല്ലപോലെ ചെറുതാക്കി വെച്ചിട്ട് നമുക്കിത് കരിയാതെ ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഇതൊന്ന് വഴന്നു വന്നിട്ടുണ്ട് നല്ലപോലെ. ഇനി നമുക്കിതിലേക്ക് സവാള ചേർക്കാം. ഇതിലേക്ക് എല്ലാ മസാലയും കൂടി ചേർക്കുന്നുണ്ട്. പച്ചമുളക്, നമ്മുടെ തക്കാളി, പിന്നെ കുറച്ച് മല്ലിയില, പുതിനയില, അപ്പോൾ ഞാനിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കുന്നുണ്ട്. ഇത് കരിഞ്ഞു പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്കിത് മൂടി വെച്ചിട്ട് നല്ലപോലെ വേവിച്ചെടുക്കാം. നമുക്കിതൊന്ന് മൂടി വെക്കാം. ഉള്ളി തക്കാളിയൊക്കെ ഒന്ന് നല്ലപോലെ വഴന്ന് വരട്ടെ. ഇനി നമുക്ക് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി. ഇനി ഇതിലേക്ക് കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് കൊടുക്കാം. നമുക്കിതിലേക്ക് കുറച്ച് തൈര് കൂടി ചേർത്ത് കൊടുക്കാം. നമുക്കിതെല്ലാം കൂടി നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. തക്കാളിയൊക്കെ ഒന്ന് സ്മാഷായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കാം. നമുക്കിതിലേക്ക് ക്ലീൻ ചെയ്ത ചിക്കൻ പീസസ് ഇട്ട് കൊടുക്കാം. നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ചിക്കനകത്ത് വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല. നമ്മൾ ആദ്യം തന്നെ കുറച്ച് വെള്ളം ഓണിയനും തക്കാളിയും കൂടി വഴറ്റാൻ വേണ്ടി ഒഴിച്ചിരുന്നു. അപ്പോൾ ഈ വെള്ളത്തിൽ കിടന്നിട്ട് ചിക്കൻ ഒന്ന് ഹാഫ് കുക്ക് ആവട്ടെ. നമുക്കൊന്ന് മൂടി വെച്ചിട്ട് വേവിക്കാം. നമുക്കിതൊന്ന് ഇടയ്ക്കൊന്ന് തുറന്നിട്ട് ഇളക്കി വെക്കാം. നമുക്കൊന്ന് തുറന്ന് നോക്കാം. മസാലയൊക്കെ നല്ലപോലെ വന്നിട്ടുണ്ട്. നമ്മുടെ ചിക്കനും ഒരു ഹാഫ് കുക്ക് ആയിട്ടുണ്ട്. നമുക്ക് ഈ സമയത്ത് ഇതിലേക്ക് കഴുകി വെച്ചിരിക്കുന്ന റൈസ് ഇടാം.
നമ്മളിതിലേക്ക് കുറച്ച് പട്ട, ഗ്രാമ്പൂ, ഏലക്ക, സ്റ്റാർ അനീസ്, പിന്നെ ഒരു ബേ ലീഫ്, അങ്ങനത്തെ ഗരം മസാല ഐറ്റംസ് എല്ലാം അതിലേക്ക് ചേർക്കുന്നുണ്ട്. നമുക്ക് ബിരിയാണിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിക്കാം. ഞാനിവിടെ 1.5 ഗ്ലാസ് അരിയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഞാനൊരു 2.5 ഗ്ലാസ് വെള്ളം ഒഴിക്കുന്നുണ്ട്. ഇതിലേക്ക് ഒരു ഹാഫ് ലെമൺ ജ്യൂസ് കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. നമുക്ക് ഇതൊന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇതൊന്ന് തുറന്ന് നോക്കാം. ഇതിനകത്ത് വെള്ളം എല്ലാം വറ്റിയിട്ടുണ്ടോ എന്ന് നോക്കാം. റൈസെല്ലാം നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് കുറച്ച് ഗീ ചേർത്ത് കൊടുക്കാം. കുറച്ച് മല്ലിയിലയും കൂടി ഇട്ടിട്ട് നമുക്കിതൊന്ന് ദം ചെയ്തെടുക്കാം. നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. നമ്മുടെ റൈസെല്ലാം പാകത്തിന് വന്നിട്ടുണ്ട്. ഒന്നും തന്നെ കുഴഞ്ഞിട്ടില്ല, എല്ലാം വിട്ടുവിട്ട് വന്നിട്ടുണ്ട്. നമുക്കിനി ചൂടോട് കൂടി തന്നെ സെർവ് ചെയ്യാം. അപ്പോൾ നമ്മുടെ അടിപൊളി തമിഴ്നാട് സ്റ്റൈൽ ചിക്കൻ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. അത് കൂടാണ്ട് നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീണ്ടും നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ.